എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത്. പല പുരുഷന്മാരും സ്ത്രീകളെ പ്രലോഭിപ്പിക്കാനായിട്ട് പലപ്പോഴും ഉപയോഗിച്ച് കണ്ടിട്ടുള്ള 10 വാക്കുകൾ അല്ലെങ്കിൽ 10 വാചകങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണ് കൂടുതലായിട്ട് സൂക്ഷിക്കേണ്ടത്. കാരണം വിവാഹം കഴിഞ്ഞ സ്ത്രീകളോട് പ്രത്യേക താല്പര്യവും സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് പല പുരുഷന്മാരും രംഗത്ത് വരാറുണ്ട്. അത് കാണുമ്പോൾ സ്ത്രീകൾ ഓർക്കും ഇതൊക്കെ റിയൽ ലവ് ആണെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിവാഹം കഴിഞ്ഞ സ്ത്രീകളോട് പുരുഷന്മാർക്ക് അങ്ങനെ യഥാർത്ഥ പ്രണയമോ ഒന്നും തോന്നിയിട്ടല്ല അവർ നിങ്ങളുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അത്തരക്കാർക്കെതിരെ ഒരു ജാഗ്രത വേണം. ഒന്നാമായിട്ട് പുരുഷന്മാർ സ്ത്രീകളെ പ്രലോഭിപ്പിക്കാനായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വിവാഹം കഴിയാത്ത സ്ത്രീകളോടാണെങ്കിൽ പറയും, നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്നതിൻ്റെ ഒരു ഭാഗ്യം, നിങ്ങളുടെ ഇത്രയും സൂപ്പർ ഒരു പെങ്കൊച്ചിനെ കിട്ടിയില്ലേ. ഇനി വിവാഹം കഴിഞ്ഞവരോടാണെങ്കിൽ പറയും, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഭാഗ്യം, ഇത്രയും ഒരു അടിപൊളി ഭാര്യയെ കിട്ടിയില്ലേ. എനിക്കൊന്നും ആ ഒരു ഭാഗ്യം ഇല്ലാതെ പോയി, അല്ലെ എനിക്ക് ഇനി അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമെന്നും തോന്നുന്നില്ല, എനിക്കൊക്കെ ആണെങ്കിൽ ആരെയും പ്രേമിക്കാൻ പോലും ഇല്ല. ഇനി രണ്ടാമായിട്ട് സ്ത്രീകളെ പ്രലോഭിപ്പിക്കാനായിട്ട് പുരുഷന്മാർ പറയുന്ന കാര്യമാണ് അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ബോഡി സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ വല്ലാണ്ട് അങ്ങ് വർണ്ണിക്കാൻ തുടങ്ങും. ഈ അടുത്ത് കോടതി പറഞ്ഞായിരുന്നു സ്ത്രീകളുടെ ബോഡി സ്ട്രക്ചറിനെ കുറിച്ച് വർണ്ണിക്കുന്നത് പോലും അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണെന്നുള്ള രീതിയിൽ പറയുകയുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരുപാട് പുകഴ്ത്തി ഇപ്പോൾ അവരുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെക്കുറിച്ച് ഇവർ വർണ്ണിക്കും. അല്ലെങ്കിൽ നല്ല ചുണ്ടാണ്, നല്ല കണ്ണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഭാഗങ്ങളെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ വർണ്ണിച്ച് ഇത് സ്ത്രീകൾക്ക് സൗന്ദര്യത്തെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത് കേൾക്കുന്നത് വല്ലാത്തൊരു വീക്ക്നെസ് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ വളരെ ഹൃദയപൂർവ്വം ഇങ്ങനെ പറയുന്നതായിട്ട് തോന്നുമ്പോൾ അവർക്കത് വളരെ ഇഷ്ടമായിട്ട് തോന്നും. അല്ലെങ്കിൽ ഈ വ്യക്തി എന്നെ ശരിക്കും സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് അവർ ധരിക്കുക. മൂന്നാമത്തെ ഡയർട്ടി ടോക്സ് നടത്താനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. നമ്മൾ ഈ ഗാനമേളയൊക്കെ നടത്തുന്നതിന് മുമ്പ് ഇങ്ങനെ മൈക്ക് ടെസ്റ്റ് നടത്താറില്ലേ, അത് കഴിഞ്ഞിട്ടാണ് ഗാനമേളയൊക്കെ തുടങ്ങുന്നത്, മൈക്കൊക്കെ ഓക്കെ ആണെന്ന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിങ്ങനെ സ്ത്രീകളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. അത് അവർ ജസ്റ്റ് ഫ്ലർട്ട് ചെയ്യുന്ന പോലെയൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കും. കാരണം അവരിങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു പോസിറ്റീവ് സൈനാണ് കിട്ടുന്നതെങ്കിൽ, അതായത് സ്ത്രീകളിങ്ങനെ അവർ ചെറിയ രീതിയിൽ ഇങ്ങനെ മോശം വർത്തമാനങ്ങൾ പറയുമ്പോൾ അതിനൊന്നും തടസ്സം പറയുന്നില്ല, അല്ലെങ്കിൽ അതിനൊന്നും പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഓക്കെ ആണെന്നുള്ള രീതിയിൽ ചിലപ്പോൾ മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പം പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ സ്മൈൽ ചെയ്തൊക്കെ കാണിക്കുന്നു, ചിരിച്ചൊക്കെ കാണിക്കുമ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് സൈനാണ്. അപ്പോൾ ഇനിയും പറഞ്ഞാലും പ്രശ്നമില്ല എന്നുള്ളൊരു സിഗ്നൽ കിട്ടും. കുറേ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ലെവൽ മാറി ലെവൽ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കൂടി പോകുന്നതായിരിക്കും. ഇനി നാലാമായിട്ട്, എൻ്റെ ജീവിത പങ്കാളിയായിട്ട് ഞാൻ ആഗ്രഹിച്ചത് നിങ്ങളെപ്പോലെയുള്ള ഒരു പെൺകുട്ടിയെയായിരുന്നു. കാരണം ഞാൻ ആഗ്രഹിച്ച എൻ്റെ മനസ്സിലുള്ള ഒരു ഡ്രീം ഗേളാണ് നിങ്ങൾ. അതും അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എത്ര പോരാ, നിങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര കെയറിങ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്നേഹമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എത്ര നല്ല സ്വഭാവമാണ്, നിങ്ങൾ എത്ര ക്യൂട്ടായിട്ടാണ് പെരുമാറുന്നത്. പക്ഷേ എൻ്റെ ഭാര്യ ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റാണ്. ഇനി അതും അല്ലെങ്കിൽ ഞാനിപ്പോൾ സ്നേഹിക്കുന്ന പെൺകുട്ടി നിങ്ങളെപ്പോലെ അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും നല്ലൊരു ക്യാരക്ടറല്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഉള്ള ശരിക്കും സ്നേഹിക്കുന്ന ആ വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുമായിട്ടൊക്കെ ഈ പുരുഷനിങ്ങനെ ഇപ്പോൾ കണ്ടുമുട്ടിയ ആ പെൺകുട്ടിയെ ഇങ്ങനെ കമ്പയർ ചെയ്ത് അവരെ ഒരുപാട് സൂചിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറയും. അങ്ങനെ നിങ്ങളെ കിട്ടാത്തത് എൻ്റെ വലിയ തീരാ നഷ്ടമായിപ്പോയി, എൻ്റെ ലൈഫിലെ വലിയൊരു നഷ്ടമായിപ്പോയി നിങ്ങളെ കിട്ടാത്തത്, നിങ്ങളെപ്പോലെ ഒരാളെ തന്നെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്, എനിക്കിപ്പോൾ ഉള്ള എൻ്റെ പാർട്ട്ണർ പോരാ, നിങ്ങളായിരുന്നു ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞു വെക്കും. ഇനി അഞ്ചാമട്ടോ, നിങ്ങളെ കണ്ടാൽ ആരാണ് വീണ് പോകാത്തത്? ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ദൈവം നിങ്ങളെ അത്ര അങ്ങനെയാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. പുരുഷന്മാരോട് ദൈവം വല്ലാണ്ട് അനീതി കാണിച്ചിരിക്കുന്നു. സ്ത്രീകളെ എത്ര സുന്ദരികളായിട്ടാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ കണ്ടാലും ആരാണേലും വീണു പോകും, അതിപ്പോൾ ആരെയും കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. ഇനി ആറാമായിട്ട്, ആദ്യമായിട്ടാണ് ഒരു സ്ത്രീയോട് എനിക്ക് ഇത്രയ്ക്ക് അടുപ്പം തോന്നുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീയോട് എനിക്ക് ഇത്രയ്ക്ക് ഇഷ്ടം തോന്നുന്നത്, അതും അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കാണുന്നത്. മറ്റുള്ളവരൊന്നും കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല, പക്ഷേ നിന്നെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സുന്ദരിയായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു ഫീലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ രീതിയിലും പുരുഷന്മാർ സ്ത്രീകളെ പറഞ്ഞ് മയക്കാറുണ്ട്. അല്ലെങ്കിൽ ഇനി ഏഴാമായിട്ട്, ഞാൻ നിനക്ക് റീചാർജ് ചെയ്തു തരാം, അല്ലെങ്കിൽ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഇങ്ങനെ ഒരു കടപ്പാട് ആ ഒരു സ്ത്രീയിൽ സൃഷ്ടിച്ചെടുക്കുകയാണ്. റീചാർജ് ചെയ്ത് കൊടുത്താൽ അവനറിയാം തീർച്ചയായിട്ടും അവനാണ് റീചാർജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ എന്താണേലും ഫോൺ വിളിക്കാതിരിക്കത്തില്ല. അപ്പോൾ അവൻ ആ ഒരു കോള് കിട്ടാൻ വേണ്ടിയിട്ടും അത് അവളുടെ തന്നെ ഒരു കടമയായിപ്പോവും, അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ ഒരു കടപ്പാട് വരും ഇവൻ റീചാർജ് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ റീചാർജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഏത് ആവശ്യത്തിന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുമ്പോഴും സ്ത്രീകൾ എപ്പോഴും നോക്കുന്നത് തങ്ങൾക്ക് താങ്ങായിട്ട് തണലായിട്ടുള്ള ഒരാളെ തന്നെയാണ്. ഇനി എട്ടാമതായിട്ട്, പുരുഷന്മാർ ചില കാര്യങ്ങളിൽ അജ്ഞത പ്രകടിപ്പിച്ച് സംശയം ചോദിക്കൂ എന്നുള്ളതാണ് സ്ത്രീകളോട്. പ്രത്യേകിച്ച് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇതൊന്നും എനിക്ക് അറിയാൻ മേല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംശയം ചോദിക്കും, അതെന്താണ് അങ്ങനെ, അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്ത്രീകളെക്കുറിച്ച് തന്നെ പല ഡൗട്ടുകളും ഇങ്ങനെ പുരുഷന്മാർ ചോദിക്കും. ഇനി ഒമ്പതാമായിട്ട്, പുരുഷന്മാർ പ്രലോഭിപ്പിക്കാനായിട്ട് പറയുന്ന ഒരു വാചകമാണ്, എറിയാൻ അറിയാവുന്നവർക്ക് ദൈവം വടി കൊടുക്കത്തില്ലല്ലോ, അല്ലെങ്കിൽ ഇത്ര ദുഷ്ടനായിട്ടുള്ള ഒരു ഭർത്താവിനെയാണല്ലോ നിങ്ങൾക്ക് കിട്ടിപ്പോയത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഭയങ്കര ദുഷ്ടനാണല്ലോ, ഞാനെങ്ങാനും ആയിരിക്കണമായിരുന്നു, ഞാനായിരുന്നു വളരെ നന്നായിട്ട് നിങ്ങളെ കെയർ ചെയ്തേനെ, നിങ്ങൾക്കുള്ളൊക്കെ
ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തു തന്നേനെ. ഇനി 10ാമായിട്ട് പുരുഷന്മാർ സ്ത്രീകളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഡിസൈനിലുള്ള ഡ്രസ്സാണ്, അല്ലെങ്കിൽ എന്ത് കളറുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ കുറേ പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഇതിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇത് ഒരു പ്രത്യേക സമയത്തായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം. നന്ദി.